ഒരുപാട് തവണ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടും പിന്നെ അതുണ്ടാക്കാൻ തോന്നുന്ന ഒരു മനസ്സുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഏകദേശം ഒരു നാലല്ല കേട്ടോ, 4 5 അതിൽ കൂടുതലായെങ്കിലേ സംശയമുള്ളൂ കേട്ടോ. അത്രയും തവണ ഉണ്ടാക്കിയിട്ട് ഇതുവരെ റെഡി ആവാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കിതാണെങ്കിൽ കഴിക്കാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊരു കൊതി വരും. അപ്പം ഞാൻ ഉണ്ടാക്കും ഫ്ലോപ്പാവും. അങ്ങനെ ഇന്നും ഒരുപാട് വീഡിയോസും റിസർച്ചൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇന്നും ട്രൈ ആക്കി നോക്കുന്നത്. ഇങ്ങനെ ഇപ്പം അത് കാണുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൽത്തപ്പാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും കഴിക്കില്ല, അതിൻ്റെ ഒരു പീസ് കഴിക്കാൻ ഇന്നെന്തോ ഭയങ്കരമായിട്ട് കൊതി കേട്ടോ. അപ്പോൾ അതാ മാവൊക്കെ എന്നത്തെയും പോലെ അരിയും അതുപോലെ ജീരകം, ഏലക്കായ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചില വീഡിയോസിൽ നല്ല ടൈറ്റായിട്ട് അരക്കുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്, ചില വീഡിയോസിൽ ലൂസായിട്ടും. എല്ലാം ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ, എന്നിട്ടും ഫ്ലോപ്പ് ആയതാണ്. അങ്ങനെ ഇതാ ഇന്നും ഒരറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്ലോപ്പായത് നിങ്ങൾക്ക് കാണിക്കണമല്ലോ. ചിലപ്പം നടുവ് വെന്തിട്ടുണ്ടാവില്ല, അതുപോലെ ചിലപ്പം സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പറ്റാറുള്ളത്. ഇന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തുടങ്ങിയതാണ് കേട്ടോ. ഇന്ന് നല്ല ലൂസ് ബാറ്ററിലാണ് ഞാൻ ഇന്നും ട്രൈ ആക്കി നോക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ ഒഴിച്ചിട്ട് കുഞ്ഞു കലത്തപ്പം പോലെ റെഡിയാക്കി എടുക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ദാ വേവാൻ വേണ്ടിയിട്ട് ഒരു 12 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് തണിഞ്ഞതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പിന്നെ ഒരു കമ്പെടുത്തിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ ഉള്ളു വെന്തിട്ടില്ലേന്ന്. പക്ഷേ ഇതുമൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം തന്നെ എടുക്കേണ്ട, അത്യാവശ്യം നല്ലോണം തണിയട്ടെ എന്നാലേ കുക്കറിൽ നിന്ന് വിട്ട് വരുള്ളൂ എന്ന് വിചാരിച്ചു. ഒരു തവണ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ആക്രാന്തം കൊണ്ട് എടുത്തപ്പം മൊത്തത്തിൽ മുറിഞ്ഞ് സെറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഇന്നത്തെ ഫാൾട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ കുക്കറിന് എടുക്കാൻ കിട്ടുന്നില്ല. കുക്കറിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഉള്ളിലേക്കുള്ളൊരു ടൈപ്പ് കുക്കറായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കുറേ നേരം എന്തൊക്കെയോ കാണിച്ചിട്ട് അതിന്ന് വേർപെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സമയത്ത് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ട് സെറ്റാകാത്തൊരു സാധനമാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആരൊക്കെ വന്നിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് എൻ്റെത് ഇത്രയും കാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.